പ്രൈമാലിറ്റി ടെസ്റ്റിംഗ്. പ്രൈമാലിറ്റി ടെസ്റ്റിങ്ങിന് കുറേ അൽഗോരിതംസ് ഉണ്ട്, പല ടൈപ്പ് അൽഗോരിതംസ് ഉണ്ട്. പിന്നെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം, പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് സൊല്യൂഷനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന കുറേ അൽഗോരിതംസ് ഉണ്ട്. അതിൽ അൽഗോരിതംസിന് മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ആൻഡ് സെക്കൻഡ് ഈസ് പ്രോബബിലിസ്റ്റിക് അൽഗോരിതം. ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടും, ഒന്നുകിൽ പ്രൈം അല്ലെങ്കിൽ കോമ്പോസിറ്റ്. അപ്പോൾ അതാണ് ആ ഒരു ടൈപ്പ് അൽഗോരിതത്തിന് പ്രോപ്പർട്ടി. വെച്ചാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മറ്റേ പ്രോബബിലിസ്റ്റിക് അൽഗോരിതത്തിനെ അപേക്ഷിച്ച് അത്ര എഫിഷ്യൻ്റ് അല്ല. ഇനി സെക്കൻഡ് ടൈപ്പ് അൽഗോരിതം വെച്ചാൽ പ്രോബബിലിസ്റ്റിക് അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് എപ്പോഴും കറക്റ്റ് ആൻസർ തരണം എന്നില്ല. പക്ഷേ നമുക്ക് മെജോറിറ്റി ഓഫ് ടൈം അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് കറക്റ്റ് ആൻസർ തരും, പക്ഷേ ചിലപ്പോൾ തെറ്റും വരാം. അപ്പോൾ അതാണ് പ്രോബബിലിസ്റ്റിക് അൽഗോരിതം എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ പ്രോബബിലിറ്റിയുടെ ആസ്പെക്റ്റ് കൂടി അതിൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രൈം അല്ലാത്ത നമ്പറിനെ പ്രൈം ആണെന്ന് പറയാം, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാം. അപ്പോൾ അതാണ് പ്രോബബിലിസ്റ്റിക് അൽഗോരിതം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രോബബിലിസ്റ്റിക് ആണ് ഫോർ ദ പർപ്പസ് ഓഫ് എഫിഷ്യൻസി. ഇനി ഫസ്റ്റ് അൽഗോരിതം നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി അൽഗോരിതം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണിത്. അപ്പോൾ ഈ ഡിവിസിബിലിറ്റി അൽഗോരിതം എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി പെടും, അതായത് ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിൽ പെടും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രൈം ആണ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആണെന്ന് കറക്റ്റായിട്ട് നമുക്കൊരു ആൻസർ നൽകുന്ന അൽഗോരിതത്തിനാണ് ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒന്നാണ് ഡിവിസിബിലിറ്റി അൽഗോരിതം. അപ്പോൾ ഇറ്റ്സ് എ മോസ്റ്റ് എലമെൻ്ററി ഡിറ്റർമിനിസ്റ്റിക് ടെസ്റ്റ് ഫോർ പ്രൈമാലിറ്റി. അപ്പോൾ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള അൽഗോരിതങ്ങൾ പഠിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പ്രോബബിലിസ്റ്റിക് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും നമ്പറാണോ പ്രൈം ആണോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, ആ നമ്പറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് n. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് n ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സ്ക്വയർ റൂട്ടിനേക്കാളും താഴെയുള്ള എല്ലാ നമ്പേഴ്സിനെ എടുത്ത് നമ്മൾ ഈ n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. എന്ന് വെച്ചാൽ അതിനെല്ലാം ഡിവൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ഉപയോഗിക്കുമ്പോൾ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഡിവൈസസ് ഒക്കെ കൊണ്ട് ഈ n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ഇനി ഏതെങ്കിലും നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് n is a composite. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ പ്രൈം. അപ്പോൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമ്മൾ നേരത്തെ C of Erasmus ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് അതിന് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ നമ്പർ പ്രൈം ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ റൂട്ട് n കണ്ടുപിടിക്കുക. ഈ റൂട്ടിനേക്കാളും താഴെയുള്ള എല്ലാ നമ്പേഴ്സും എടുത്തിട്ട് നമ്മൾ ഈ n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഏതെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് n is composite. അപ്പോൾ അതിൻ്റെ സ്യൂഡോ കോഡാണ് കാണുന്നത്. ഡിവിസിബിലിറ്റി ടെസ്റ്റ് n എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ പ്രൈമാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് നമ്പറാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ n11 കൊടുത്തു നോക്കാം, നമുക്ക് എന്താ റിസൾട്ട് കിട്ടാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ r-നെ 2 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നു. സോ r ഈസ് സെറ്റ് ടു 2. നമുക്ക് ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസസ് ആണുള്ളതെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 മുതൽ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ടാണ് r സെറ്റ് ടു 2. വൈൽ r ലെസ് ദാൻ റൂട്ട് n. അപ്പോൾ n നമ്മൾ 11 ആയിരുന്നു സെറ്റ് ചെയ്തത്. അപ്പോൾ റൂട്ട് ഓഫ് 11 എന്ന് പറഞ്ഞാൽ എത്രയാവും? 3 × 3 അല്ലെ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരിക. 4 × 4 16 വരും. അപ്പോൾ 9-ഉം 16-ഉം ഇടയ്ക്കാണ് 11 വരുന്നത്. അപ്പോൾ നമുക്ക് 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് n എടുത്താൽ കിട്ടുക. അപ്പോൾ 2 ലെസ് ദാൻ 3 പോയിൻറ്റ് സംതിങ്. അപ്പോൾ എന്തായി കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് r ഡിവൈഡ്സ് n. r എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 2 ആയിരുന്നു. 2 ഡിവൈഡ്സ് 11. 2 കൊണ്ട് 11-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി r gives r+1. അപ്പോൾ r 2 ആയിരുന്നു, r ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും നോക്കുമ്പോഴും 3 ലെസ് ദാൻ 3 പോയിൻറ്റ് സംതിങ്. അപ്പോൾ അവിടെയും കണ്ടീഷൻ ട്രൂ ആയി. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത് r ഡിവൈഡ്സ് n, അതായത് 3 ഡിവൈഡ്സ് 11. 11 ട്രൂ 11-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയും കണ്ടീഷൻ ഫോൾസ് ആയി. നെക്സ്റ്റ് നമ്മൾ r ഇൻക്രിമെൻറ്റ് ചെയ്ത് നമ്മൾ ലൂപ്പിലേക്ക് പോകുമ്പോൾ എന്തായി? നമ്മൾ കണ്ടീഷൻ ഫോൾസ് ആയി. വെച്ചാൽ ഓൾറെഡി ഇത് 3-യും ഇത് 3 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ ഇനി ഒന്നും ഇൻക്രിമെൻറ്റ് ചെയ്തത് 4 ആവും. 4 ലെസ് ദാൻ റൂട്ട് n ആവില്ല. അപ്പോൾ കണ്ടീഷൻ ഫെയിലായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് പറയും? റിട്ടേൺ എ പ്രൈം. ഇനി വേറെ എക്സാമ്പിൾ നമ്മൾ n = 10 കൊടുത്തു നോക്കാം. r = 2 നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഈ റൂട്ട് ഓഫ് 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നേരത്തെ പോലെ തന്നെ 3 പോയിൻറ്റ് സംതിങ് കിട്ടുക. ഇനി വൈൽ r ലെസ് ദാൻ റൂട്ട് n. r-ൻ്റെ വാല്യൂ 2 ആണ്. റൂട്ട് n നമുക്ക് റൂട്ട് n എന്ന് പറയുമ്പോഴത്തേക്കും 3 പോയിൻറ്റ് സംതിങ് കിട്ടും. അപ്പോൾ 2 ലെസ് ദാൻ 3 പോയിൻറ്റ് സംതിങ്. നെക്സ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? ഇഫ് r ഡിവൈഡ്സ് n, അതായത് 2 ഡിവൈഡ്സ് 10. 10-നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, അല്ല 10/2 = 5 കിട്ടും. സോ ദാറ്റ് മീൻസ് റിട്ടേൺ എ കോമ്പോസിറ്റ്. അപ്പോൾ 8 എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ആണെന്നത് റിട്ടേൺ ചെയ്യും. സോ ദിസ് ഈസ് ദ ബേസിക് ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ഫോർ ടെസ്റ്റിംഗ് പ്രൈമാലിറ്റി. നമ്മൾ ഡിവിസിബിലിറ്റി അൽഗോരിതം അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുക. നെക്സ്റ്റ് ടൈപ്പ് അൽഗോരിതം എന്ന് വെച്ചാൽ പ്രോബബിലിസ്റ്റിക് അൽഗോരിതം. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബബിലിസ്റ്റിക് അൽഗോരിതം നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് ആൻസർ തരണം എന്നൊരു ഗ്യാരണ്ടി നമുക്കില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദ കറക്റ്റ്നെസ് ഓഫ് ദ റിസൾട്ട്. അപ്പോൾ ഈ ഒരു ടൈപ്സ് ഓഫ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടും, ചിലപ്പം നമുക്ക് കിട്ടുന്നത് തെറ്റുമാവാം. സോ ഇറ്റ് റിട്ടേൺസ് എയ്തർ എ പ്രൈം ഓർ കോമ്പോസിറ്റ്. അപ്പോൾ അത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് 2 റൂൾസ് ബേസ് ചെയ്തിട്ടാണ്. അതാണ് ഈ എയും ബിയും കൂടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഇൻറ്റിജർ പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ അൽഗോരിതം നമുക്ക് പ്രൈം ആണെന്ന് തന്നെ റിസൾട്ട് തരും. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന നമ്പർ പ്രൈം ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് റിട്ടേൺസ് എ പ്രൈം. അതാണ് ഫസ്റ്റ് റൂൾ. ഇഫ് ദ ഇൻറ്റിജർ ടു ബി ടെസ്റ്റഡ് ഈസ് ആക്ച്വലി എ പ്രൈം, ദ അൽഗോരിതം ഡെഫിനറ്റ്ലി റിട്ടേൺസ് എ പ്രൈം.
നമ്മളുടെ സെക്കൻഡ് കേസ്, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഒരു കോമ്പോസിറ്റ് ആണെങ്കിൽ നമുക്കത് എപ്പോഴും കോമ്പോസിറ്റ് തന്നെ തരണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇൻ സർട്ടൺ കേസസ് ഇറ്റ് മേ റിട്ടേൺ പ്രൈം. അപ്പോൾ ഇഫ് ദ ഇൻറ്റിജർ ടു ബി ടെസ്റ്റഡ് ഇസ് ആക്ച്വലി കോമ്പോസിറ്റ് ആണെങ്കിൽ രണ്ട് കേസുകൾ വരാം. ഒന്നുകിൽ ഇത് കോമ്പോസിറ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അത് പ്രൈം ആണെന്ന് പറയാം. സോ ഇറ്റ് റിട്ടേൺസ് എ കോമ്പോസിറ്റ് വിത്ത് പ്രോബിലിറ്റി 1 - എപ്സിലോൺ, ബട്ട് ഇറ്റ് മേ റിട്ടേൺ എ പ്രൈം വിത്ത് പ്രോബിലിറ്റി എപ്സിലോൺ. അപ്പോൾ ഇവിടെ ഒരു എററിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, അതാണ് നമ്മൾ എപ്സിലോൺ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ചില കേസുകളിൽ അല്ല കുറച്ച് കേസുകളിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ നമുക്കത് പ്രൈം ആണെന്നുള്ള റിസൾട്ട് കിട്ടാം. അപ്പോൾ ആ എറർ ഉണ്ടാകാനുള്ള പ്രോബിലിറ്റിയാണ് എപ്സിലോൺ. അപ്പോൾ പ്രൈം ആണെന്ന് കാണിക്കാനുള്ള പ്രോബിലിറ്റി എപ്സിലോൺ ആണെങ്കിൽ കോമ്പോസിറ്റ് ആണെന്ന് കാണിക്കാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? എപ്പോഴും 1 - എപ്സിലോൺ ആയിരിക്കും, ബിക്കോസ് പ്രോബിലിറ്റി ഓൾവേസ് കംസ് ടു 1. അപ്പോൾ ഈ മിസ്റ്റേക്കിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ ഒരേ അൽഗോരിതം തന്നെ നമ്മൾ പല പ്രാവശ്യം റൺ ചെയ്യുക വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇനി പല പ്രോബിലിസ്റ്റിക് അൽഗോരിതംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഫെർമാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫെർമാറ്റ് ലിറ്റിൽ തിയറം. ആ ഫെർമാറ്റ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൈമാലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഫെർമാറ്റ് ടെസ്റ്റിൽ നോക്കേണ്ടത്. ഇഫ് n ഈസ് എ പ്രൈം, a⁻n - ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n. n ഒരു പ്രൈം ആണെങ്കിൽ ഈ കോൺഗ്രുവൻസ് എപ്പോഴും ഹോൾഡ് ചെയ്യും. പക്ഷേ ഈ കോൺഗ്രുവൻസ് ഹോൾഡ് ചെയ്തു എന്നുള്ളതുകൊണ്ട് n പ്രൈം ആവണം എന്ന് നിർബന്ധമില്ല. അതാണ് പ്രോബബിലിസ്റ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ n പ്രൈം ആണെങ്കിൽ എപ്പോഴും ഈ ഒരു കോൺഗ്രുവൻസ് ഹോൾഡ് ചെയ്യും. പക്ഷേ ഈ കോൺഗ്രുവൻസ് ഹോൾഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് n പ്രൈം ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. n ക്യാൻ ബി എയ്തർ പ്രൈം ഓർ കോമ്പോസിറ്റ്. അപ്പോൾ ഇഫ് n ഈസ് എ കോമ്പോസിറ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് a⁻n - ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n. അപ്പോൾ n കോമ്പോസിറ്റ് ആണെങ്കിൽ ഇതാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രൈം ആണെങ്കിൽ നിർബന്ധമായും ഈ കോൺഗ്രുവൻസ് ട്രൂ ആയിരിക്കും. അപ്പോൾ ഒരു പ്രൈം നമ്പർ എന്തായാലും ഫെർമാറ്റ് ടെസ്റ്റ് പാസ് ചെയ്യും. ഇനി ചില കേസുകളിൽ ഒരു കോമ്പോസിറ്റും ഫെർമാറ്റ് ടെസ്റ്റ് പാസ് ചെയ്യാം വിത്ത് പ്രോബബിലിറ്റി എപ്സിലോൺ. ഇപ്പോൾ പ്രോബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പല ബേസുകൾ മാറി മാറി എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് അവിടെ ആക്യുറസി അല്ലെങ്കിൽ റിസൾട്ട് കൂടുതലും മെച്ചപ്പെടുത്താനായിരിക്കും നമുക്ക് സാധിക്കും. സോ ഈച്ച് ടെസ്റ്റ് ഇൻക്രീസസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് പ്രൈം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, 561 പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ബേസ് ആയിട്ട് 2 കരുതുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അറിയാം, a⁻n - ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n. അപ്പോൾ ഈ a എന്ന് പറയുന്നതിനാണ് നമ്മൾ ബേസ് ആയിട്ട് കരുതുന്നത്. പല ബേസുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ ബേസുകളിൽ മെജോറിറ്റി ഓഫ് ബേസുകളിൽ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് എടുക്കാം. അതാണ് പ്രോബിലിറ്റി കൺസെപ്റ്റോട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്ക് നമ്മൾ 2 ഉപയോഗിക്കുന്നു. നമ്മുടെ n എത്രയാണ്? 561 ആണ്. So 2 raised to 561 minus 1 പറയുമ്പോൾ എത്രയായി? 2 raised to 560 is congruent to 1 mod n എത്രയായിരുന്നു? 561. അതാണ് എഴുതിയിരിക്കുന്നത്. 2 raised to 561 minus 1 is congruent to 1 mod 561. അപ്പോൾ 2 raised to 560 is congruent to 1 mod 561. അപ്പോൾ ഈ 2 raised to 560 എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി ഈ എക്സ്പോണൻഷ്യലോ ആയിട്ട് എങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്, മോഡുലാർ എക്സ്പോണൻഷിയേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 raised to 560 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to 28 whole raised to 20 എന്ന് എഴുതാം. അപ്പോൾ 28 × 20 ആകുമ്പോഴത്തേക്ക് എന്തായി? 560 ആയി. പിന്നെ ഈ 2 raised to 28 നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? 2 raised to 4 × 7. ഈ 4 നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 2 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്ത് ലോവർ ടേംസിലേക്ക് എത്തിച്ച് നമുക്ക് ഈ 2 raised to 560യുടെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 1. നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടും ഈ ലെഫ്റ്റ് സൈഡ് വാല്യൂവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി കിട്ടിക്കഴിഞ്ഞുകൊണ്ട് നമുക്ക് നോർമലി നമ്മുടെ റിസൾട്ട് എന്തുവാ? ഈ കോൺഫിഡൻസ് ട്രൂ ആണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ 561 പ്രൈം ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പ്രൈം ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ കോൺഫിഡൻസ് ഹോൾഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കോൺഫിഡൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും 561 പ്രൈം അല്ല. നമ്പർ പാസസ് ഫെർമാറ്റ് ടെസ്റ്റ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം ബിക്കോസ് 561 നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. 33 × 17 561 ഈക്വലൻ്റ് ആണ്. ദാറ്റ് മീൻസ് 33 17 എന്താണ്? 561ൻ്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ n ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ കൂടിയും അത് പ്രൈം ആണ് നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഫെർമാറ്റ് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. സോ ദിസ് ഈസ് ഓൾസോ എ പ്രോബബിലിസ്റ്റിക് അൽഗോരിതം. താങ്ക് യു.